രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം രാജ്യത്തെയാകെ ഞെട്ടിച്ചിരിക്കുകയാണ്. 1,250,000 വോട്ടുകൾ മോഷ്ടിക്കപ്പെട്ടു എന്ന വാർത്ത രാജ്യമാകെയും ഞെട്ടലോടെയാണ് കേട്ടത്. പേരില്ലാത്ത, വിലാസമില്ലാത്ത, ചൂണ്ടിക്കാണിക്കാൻ ഒരു രക്ഷിതാവ് പോലുമില്ലാത്ത 1,00,000-ലധികം വോട്ടുകൾ. ഒരു സംവിധാനത്തെയാകെ രാജ്യം ഭരിക്കുന്ന പാർട്ടി അട്ടിമറിക്കുകയും അതുവഴി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഹൈജാക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് കാണിച്ചു തരുന്നതാണ് രാഹുൽ ഗാന്ധി നടത്തിയ വാർത്താ സമ്മേളനം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും ഈ അട്ടിമറിക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിക്കുമ്പോൾ രാഹുൽ ഉന്നയിച്ച ആരോപണം ഒരു ചെറിയ കാര്യമല്ലെന്നും രാജ്യത്ത് നടക്കുന്നത് ചിന്തിക്കാൻ പോലുമാകാത്ത ഒരു ഗുരുതര ക്രമക്കേടാണ് എന്നും മാലോകർക്ക് മുന്നിൽ വെളിപ്പെടുകയാണ്. ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി ഉന്നയിച്ചു വരുന്ന ഒരു സംശയമാണ് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പുറത്തുവിട്ടത്. ഇതുവരെ അത് EVM അട്ടിമറിയാണ് എന്ന് സംശയിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇന്നത് വോട്ടർ പട്ടിക തന്നെ അട്ടിമറിക്കപ്പെട്ടതായി തെളിയുന്നു. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ബൂത്തിലൊക്കെ ഇരട്ട വോട്ട് പോലുള്ള തെറ്റുകൾ കടന്നുകൂടാറുണ്ട് എങ്കിലും അതെല്ലാം സാങ്കേതികം മാത്രമായിരുന്നു. അതിനെയെല്ലാം മറികടന്ന് വ്യാജ മേൽവിലാസത്തിൽ പല സംസ്ഥാനങ്ങളിൽ ഒരേ മേൽവിലാസത്തിലൊക്കെ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിരിക്കുകയാണ്. എത്രമാത്രം വലിയ വോട്ടുകൊള്ളയാണ് നടന്നിരിക്കുന്നത് എന്ന് ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് വ്യക്തമാകുന്നത്. എങ്ങനെയാണ് ഇത്ര വലിയ ഒരു അട്ടിമറി ഇത്ര സുശക്തമായ രാജ്യത്ത് നടത്താൻ സാധിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. അവിടെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന മഹാപ്രസ്ഥാനത്തെ BJP ഹൈജാക്ക് ചെയ്തത് വ്യക്തമാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനം പോലും, സർക്കാരിനെ ഏൽപ്പിച്ച നിയമ ഭേദഗതി പോലും എന്തിനായിരുന്നു രണ്ടാം മോദി സർക്കാർ കൊണ്ടുവന്നത് എന്ന് വ്യക്തമാകുന്നതും ഇവിടെയാണ്. ഇപ്പോൾ പുറത്തുവന്ന റിപ്പോർട്ടുകൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതവും ചില്ലറയല്ല. ഇവിടെ എന്തെങ്കിലും ചെയ്യാനുണ്ട് എങ്കിൽ അത് ചെയ്യാനാകുക തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. എന്നിട്ട് പോലും രാഹുലിന്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞ് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കുറ്റകരമായ മൗനമാണ് പാലിക്കുന്നത്. രാഹുലിനെതിരെ തിരിച്ച് ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നു. എന്താണ് നമ്മുടെ നാടിന് സംഭവിക്കുന്നത് എന്ന് ഓർത്ത് ഇന്ത്യക്കാർ ആശങ്കപ്പെടുകയാണ്. മറ്റ് ലോകരാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പ്രത്യേകത, ഇന്ത്യ ഒരു അതിശക്തവും അതോടൊപ്പം സുതാര്യവുമായ ജനാധിപത്യ രാഷ്ട്രമാണ് എന്നതാണ്. ആ ഒരു ക്ലീൻ ഇമേജ് അട്ടിമറിക്കപ്പെട്ടു എന്നതാണ് രാഹുലിന്റെ വാർത്താ സമ്മേളനം വ്യക്തമാക്കുന്നത്. ഏറെ വർഷങ്ങളായി അന്തരീക്ഷത്തിലുള്ള ഒരു ആരോപണത്തിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രാഹുൽ ഗാന്ധി നടത്തിയ പഠനമാണ് ഇത്ര വലിയ ഞെട്ടിക്കുന്ന ഒരു സ്കാം പുറത്തെത്തിച്ചത്. അതിന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്ക് പോലും ഒരു വർഷം സമയമെടുത്തുവെന്നത് ചെറിയ കാര്യമല്ല. ഇന്ത്യയിൽ നടന്ന ഈ ഒരു സംഭവത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പോലും വലിയ ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇതിനിടെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും അട്ടിമറി നടന്നുവെന്ന ആരോപണവുമായി LDF സ്ഥാനാർത്ഥിയായിരുന്ന സുനിൽകുമാർ രംഗത്തെത്തിയത്. ഇതും വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി കള്ളവോട്ട് ചേർത്തുവെന്നായിരുന്നു സുനിൽകുമാറിന്റെ ആരോപണം. പൂങ്കുന്നത്തെ 30-ാം ബൂത്തിൽ മാത്രം ഒറ്റത്തവണ 281 വോട്ടർമാരെ ചേർത്തു. ഒഴിഞ്ഞുകിടന്ന ഫ്ളാറ്റുകളിലും മറ്റും നിരവധി വോട്ടുകൾ BJP ചേർത്തുവെന്ന് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. വോട്ടർ പട്ടികയിൽ പേരുകൾ ചേർക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിചിത്രമായ തീരുമാനങ്ങൾ എടുത്തു. വോട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് സാധാരണയായി 5 പ്രധാന രേഖകൾ ആവശ്യമാണ് എങ്കിലും അവസാന നിമിഷം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അധിക ഓപ്ഷൻ അവതരിപ്പിച്ചു. ഒരു പോസ്റ്റൽ കാർഡോ തപാൽ വകുപ്പ് വഴി ലഭിക്കുന്ന മറ്റെന്തെങ്കിലുമോ ആ വിലാസത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആരെയെങ്കിലും ഒരു പ്രത്യേക വിലാസത്തിൽ വോട്ട് ചേർക്കാൻ അനുമതി നൽകി വോട്ടർമാരെ ചേർക്കാൻ അത്തരമൊരു ലളിതമായ രീതി ഉപയോഗിച്ചുവെന്നാണ് സുനിൽകുമാർ ആരോപിച്ചിരിക്കുന്നത്. വോട്ട് ചേർത്തതിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് സുനിൽകുമാറിന്റെ ആവശ്യം. തൃശൂർ മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ കുടുംബത്തിന്റെ വോട്ട് ചേർത്തത് ചട്ടപ്രകാരമല്ല, സ്ഥിര താമസക്കാരനാണ് എന്ന് പറഞ്ഞാണ് വോട്ട് ചേർത്തത്. സുരേഷ് ഗോപിയോ ഭാര്യയോ മണ്ഡലത്തിൽ സ്ഥിര താമസക്കാരല്ല. അയൽ ജില്ലകളിലെ BJP വോട്ടർമാരെ പോലും തിരിച്ചറിയൽ കാർഡ് തിരുത്തി ചേർത്തിട്ടുണ്ട്. അന്നത്തെ ജില്ലാ കളക്ടറുടെ പ്രവർത്തനത്തിൽ സംശയമുണ്ട്. കളക്ടർ അത്ര മാന്യനായിരുന്നുവെന്ന് തോന്നുന്നില്ല. തെരഞ്ഞെടുപ്പിന് പിന്നാലെ BJP സഖ്യ സർക്കാരിന്റെ ഉപമുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി അദ്ദേഹം പോയി. ഏതാണ് മുന്ന എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കില്ല. മുന്നമാരുടെ സ്വഭാവം അതാണ്. പല മുന്നമാരെയും തിരിച്ചറിയുന്നത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നുമാണ് സുനിൽകുമാർ കൂട്ടിച്ചേർക്കുന്നത്. അതേസമയം സുനിൽകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രംഗത്തെത്തിയിട്ടുണ്ട്.
ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കൽ ഘട്ടത്തിലോ അന്തിമ പട്ടിക തയ്യാറാക്കിയപ്പോഴോ സ്ഥാനാർത്ഥിയോ തെരഞ്ഞെടുപ്പ് ഏജന്റോ ചൂണ്ടിക്കാട്ടാത്ത ആരോപണമാണ് സുനിൽകുമാറിന്റേതെന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. സുനിൽകുമാർ ലക്ഷ്യമിടുന്നത് സുരേഷ് ഗോപിയെ തന്നെയാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിൽ അട്ടിമറി സംശയിക്കുകയാണ് സുനിൽകുമാർ. ഇപ്പോൾ സുരേഷ് ഗോപിയും ചില വിവാദത്തിൽ പെട്ടിട്ടുമുണ്ട്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിൽ തൃശൂർ എംപിയും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി മൗനം അവലംബിച്ചതിൽ സഭാ പ്രവർത്തകർക്കിടയിലുള്ള നീരസം മറനീക്കി പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഇത് സുരേഷ് ഗോപിക്ക് തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്കെതിരെ പരോക്ഷ പരിഹാസവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ മാർ യൂഹാനോൻ മിലിത്തിയോസ് ആണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്തെത്തിയത്. ഡൽഹിയിലേക്ക് അയച്ച നടനെ കാണാനില്ല എന്നും പോലീസിൽ അറിയിക്കണോ എന്നുമാണ് ആശങ്കയെന്നും പറഞ്ഞുകൊണ്ടാണ് മാർ യൂഹാനോൻ മിലിത്തോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിക്കപ്പെട്ട ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായ സംഭവത്തിലും അതിനുശേഷം ഒഡീഷയിലും ബീഹാറിലും അടക്കം കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ അതിക്രമം ഉണ്ടായ സംഭവങ്ങളിലും അടക്കം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നില്ല. ജാമ്യം ലഭിച്ച കന്യാസ്ത്രീകൾ പുറത്തിറങ്ങിയ ശേഷവും സുരേഷ് ഗോപി ഇക്കാര്യത്തിൽ പ്രതികരിച്ചില്ല. കന്യാസ്ത്രീകൾക്ക് അനുകൂലമായി BJPയുടെ കേരള നേതൃത്വം അടക്കം രംഗത്തെത്തിയിരുന്നു. BJPയുടെ കേരള പ്രതിനിധികളായ അനൂപ് ആന്റണി അടക്കമുള്ളവർ ഛത്തീസ്ഗഡിലേക്ക് പോകുകയും ചെയ്തു. തൃശൂരിലെ അരമനയുമായും ക്രൈസ്തവരുമായും നല്ല ബന്ധം പുലർത്തിയിരുന്ന സുരേഷ് ഗോപി ഈ വിഷയത്തിൽ മൗനം പുലർത്തിയതോടെയാണ് കേന്ദ്രമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ രംഗത്തെത്താൻ കാരണം. സഭാപ്രവർത്തകർക്കിടയിലും സുരേഷ് ഗോപിക്കെതിരെ വലിയ പ്രതിഷേധമുണ്ട്. BJP സ്ഥാനാർത്ഥിയായിട്ട് പോലും വിശ്വാസികളുടെ വോട്ട് ഭേദപ്പെട്ട നിലയിൽ ലഭിച്ചയാളാണ് എന്ന നിലയിലുള്ള ക്രിയാത്മകമായ പ്രതികരണം മന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ല എന്നാണ് വിമർശനം. സുരേഷ് ഗോപിയുടെ നിലപാടിൽ വിശ്വാസികളുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഒഡീഷയിൽ ആക്രമിക്കപ്പെട്ട വൈദികൻ സുരേഷ് ഗോപിയുടെ മണ്ഡലത്തിലാണ്. ഒരു വാക്കുപോലും സുരേഷ് ഗോപി ഉരിയാടിയില്ല. അരമനകളിൽ പോയി കേക്ക് കൊടുക്കും, പള്ളികളിൽ പോയി നേർച്ച സമർപ്പിക്കും. അത് വിശ്വാസികളോടുള്ള ആത്മാർത്ഥതയെ കാണുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇപ്പോൾ വരുന്നില്ല എന്നാണ് പലരും ചോദിക്കുന്നത്. സുരേഷ് ഗോപിയുടേത് കപടമുഖമാണ് എന്നും പലരും അഭിപ്രായപ്പെടുന്നു.